പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. റോ എപ്പിസോഡ് ആരംഭം കുറിക്കുന്നത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസിൻ്റെ സെലിബ്രേഷൻ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. റോമൻ റെയിൻസ് അദ്ദേഹം ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിനെ സംബന്ധിച്ചും റോളൻസുമായിട്ടുള്ള ഒരു മൊമെൻറ്റ് പങ്കുവെച്ചതിനെ സംബന്ധിച്ചും സംസാരിക്കുന്നു. അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമെന്നോണം LA നൈറ്റ് കയറി വരുന്നു. LA നൈറ്റ് കയറി വന്നിട്ട് റോമൻ റെയിൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിന് മാച്ച് വേണമെന്നുള്ള ഒരു ചലഞ്ചാണ് മുന്നോട്ടേക്ക് ഇടുന്നത്. പക്ഷേ റോമൻ റെയിൻസ് അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. തൻ്റെ കസിൻസിൻ്റെ സമയം കളഞ്ഞതുപോലെ തനിക്ക് സമയം കളയാനില്ല എന്ന് പറഞ്ഞ് റോമൻ റെയിൻസ് ആ റിങ്ങിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് LA നൈറ്റ് റോമനെ തിരികെ വിളിച്ചുകൊണ്ട് പിന്നീട് റോമൻ റെയിൻസിനെ അപമാനിക്കുന്നതാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഷീൽഡിൻ്റെ ഒരു മ്യൂസിക്കൊക്കെ വളരെ കളിയാക്കുന്ന രീതിയിലൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്നതായിട്ടൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചു. അങ്ങനെ റോമൻ റെയിൻസിനെ വളരെ ക്ഷുഭിതനാക്കിക്കൊണ്ട് LA നൈറ്റ് ആ ഒരു പ്രൊമോയിൽ വലിയൊരു മേധാവിത്വം നേടി ആ റിങ് വിട്ട് ഇറങ്ങുന്നതാണ് തുടക്കത്തിലെ ഇന്ന് റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. പിന്നീട് റോ എപ്പിസോഡിലെ ആദ്യത്തെ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് ജിവോൺ എവൻസ് വേഴ്സസ് ഈതൻ പേജ് തമ്മിൽ നടന്ന ഒരു 1-on-1 മത്സരമായിരുന്നു. ഇന്നത്തെ റോ എപ്പിസോഡിൽ ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയതും എനിക്ക് ഇഷ്ടപ്പെട്ട മത്സരങ്ങളിൽ ഒന്നായിരുന്നു ഈ 1-on-1 മത്സരം. ജിവോൺ എവൻസ് ആയിരിക്കുമോ ഈതൻ പേജ് ആയിരിക്കുമോ വിജയിക്കുക എന്നുള്ളൊരു സംശയം പ്രഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടുപേരും ഇതിന് മുൻപത്തെ റോ എപ്പിസോഡിൽ വിജയം കരസ്ഥമാക്കിയവരാണ്. ഇതിൽ വിജയിക്കുന്ന റെസ്ലറിന് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മിഡ് കാർഡ് ടൈറ്റിലിന് പോകാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അങ്ങനെ കയറി വരാൻ സാധിക്കും. ഈതൻ പേജിനെ വിജയിപ്പിക്കുമോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഈതൻ പേജ് ഒരു ഹീൽ ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്. നിലവിൽ ചാമ്പ്യൻഷിപ്പ് ഇരിക്കുന്നത് ജാഡ് ഗേബിളിനെ പോലെയുള്ള ഒരു ഫേസ് ക്യാരക്ടറിൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ ഈതൻ പേജിനെ പുഷ് ചെയ്ത് കൊണ്ടുവരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ജിവോൺ എവൻസിൻ്റെ ഒരു മാസ്മരികമായിട്ടുള്ള ഒരു പ്രകടനം നമുക്ക് ഈ മത്സരത്തിലും കാണാൻ സാധിച്ചു. റിങ്ങിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും ജിവോൺ എവൻസ് മത്സരം മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈതൻ പേജിൻ്റെ ഭാഗത്തുനിന്ന് കിടിലമായിട്ടുള്ള മൂവ്സുകളും കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ ഒരു നിമിഷം മാറ്റിമറിക്കപ്പെടുന്നത് ജിവോൺ എവൻസിൻ്റെ ആ OG കട്ടർ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. ഈതൻ പേജിൻ്റെ പിറകിലൂടെ വന്ന് ചാടിയ അദ്ദേഹം റഫറിയെയും കടന്നിട്ട് ആ കോർണറിലേക്ക് കയറുന്നു. അവിടെ നിന്ന് OG കട്ടർ ഈതൻ പേജിനെതിരെ പ്രയോഗിക്കുന്നു. മത്സരത്തിൽ വിജയം നേടിയെടുക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ജിവോൺ എവൻസിന് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ WWE തിരികെ വരും എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്ന ബിഗ് കാസ് ജിവോൺ എവൻസിനെ ആക്രമിച്ചുകൊണ്ടാണ് ആ ഒരു റിട്ടേൺ കാണിച്ചത്. ജിവോൺ എവൻസിൻ്റെ ആ ഒരു സബ്മിഷനായിട്ട് ആക്രമിക്കുന്നു, ബിഗ് ബൂട്ട് കൊടുത്ത് ആക്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു മൊമെൻറ്റ്സ് കാണിച്ചിട്ടാണ് ബിഗ് കാസിൻ്റെ റിട്ടേൺ ഇന്ന് റോ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. റോ എപ്പിസോഡിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിരുന്നു. ദ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റപ്പ് പോലെയുള്ള ഒരു സെഗ്മെൻറ്റ്. റോമൻ റെയിൻസിന് എതിരെ LA നൈറ്റ് കയറി വന്നതിനെ സംബന്ധിച്ചും റോയ്സ് കീസ് ഇവർക്കെതിരെ വരുന്നതിനെ സംബന്ധിച്ചും റോമൻ റെയിൻസ് സംസാരിക്കുന്നു. സോളോ സിക്കോവയെ എന്തുകൊണ്ട് നമ്മുടെ കൂടെ നിർത്താൻ സാധിക്കുന്നില്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ് എന്നുള്ളത് പറയുന്നു. ഈ റോയ്സ് കീസിനെ ഒന്നും എത്ര വലിയൊരു പ്രശ്നമാക്കി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് പറയുന്നു. പക്ഷേ LA നൈറ്റിൻ്റെ മേൽ ഇനി നിങ്ങൾ കൈവെക്കാൻ പാടില്ല, കാരണം അത് തന്നെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് റോമൻ റെയിൻസ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ജേക്കബ് ഫാറ്റുവിനോട് പറയുന്നുണ്ട് LA നൈറ്റിനെ തുടരുത് എന്നുള്ളത്. ഈ റോമൻ റെയിൻസ് അവരുടെ അടുത്ത് നിന്ന് പോയ വഴിക്ക് LA നൈറ്റ് അങ്ങോട്ടേക്ക് കയറി വരുന്നു. LA നൈറ്റ് എന്നിട്ട് ബ്ലഡ് ലൈനെ കളിയാക്കുന്നുണ്ട്, എന്നെ ഒന്ന് തൊട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ ജെ ഊസോയ്ക്കൊന്നും LA നൈറ്റിനെ തൊടാൻ പോലും സാധിക്കുന്നില്ല. LA നൈറ്റിൻ്റെ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിരുന്നു നമുക്കവിടെ കാണാൻ സാധിച്ചത്. മറ്റൊരു കൊമേഴ്ഷ്യൽ ബ്രേക്കിന് ശേഷം റോ എപ്പിസോഡ് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലേക്കാണ് കൊണ്ടുപോയത്. റോയ്സ് കീസ് ജേക്കബ് ഫാറ്റുവിനെ വന്നിട്ട് ലോക്കർ റൂമിൽ മീറ്റ് ചെയ്യുന്നു. നമുക്ക് തമ്മിലുള്ള പ്രശ്നം ഇവിടം വെച്ച് അവസാനിപ്പിക്കാൻ, നമ്മൾ സുഹൃത്തുക്കൾക്കപ്പുറം ബ്രദേഴ്സിനെ പോലെയല്ലേ എന്നുള്ളത് റോയ്സ് കീസ് സംസാരിക്കുന്നു. എന്നാൽ നമ്മൾ ഫാമിലിയല്ല, നമ്മൾ കസിൻസ് അല്ല, ഞാൻ ബ്ലഡ് ലൈൻ അംഗമാണ്, അതുകൊണ്ട് തന്നെ നിന്നുമായിട്ട് യാതൊരുവിധ ബന്ധവും തനിക്കില്ല എന്നുള്ളത് ജേക്കബ് ഫാറ്റു പറയുന്നു. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നമുക്കിടയിൽ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമാണ് നടക്കാൻ പോകുന്നത്. അവിടെ വെച്ച് നമ്മൾ എല്ലാ കണക്കുകളും തീർക്കുമെന്നുള്ളതും ജേക്കബ് ഫാറ്റു പറയുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. റോ എപ്പിസോഡ് പിന്നീട് ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്. വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ, വുമൻസിൻ്റെ പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ റഗൽ റോഡ്രിഗസ്, റോക്സിനി പെരസ്, ജഡ്ജിയുടെ ടീം അംഗങ്ങൾ വന്നിട്ട് അവിടെ സംസാരിക്കുന്നു. അവിടെ ലിവ് മോർഗൻ താൻ ആ ഒരു ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. റഗൽ റോഡ്രിഗസ് പുതിയ ചാമ്പ്യനായതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. റോക്സിനി പെരസ് സോൾഡ്രൂക്കയെ പരാജയപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങോട്ടേക്ക് സോൾഡ്രൂക്ക വരുന്നു. റോക്സിനി പെരസ് വേഴ്സസ് സോൾഡ്രൂക്ക തമ്മിൽ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു
മത്സരം ആരംഭിക്കുന്നു. നല്ല മത്സരമായിരുന്നു. അങ്ങനെ വലിയൊരു മൊമെൻറ്റ്സിലൂടെ മത്സരം കടന്നുപോയി എന്ന് പറയാൻ സാധിക്കില്ല. പതിവ് പോലെ റഗൽ റോഡ്രിഗസ്, ലിക് മോർഗൻ തുടങ്ങിയവരുടെ ഒരു ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ അത് മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലേക്കാണ് നയിച്ചത്. അങ്ങനെ മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നു. ഇതിനുശേഷം സോൾഡ്രിക്കയെ ഇവർ ആക്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്രതീക്ഷിതം എന്നോണം ബെക്കി ലഞ്ചിൻ്റെ ഒരു റിട്ടേൺ ആണ് കാണാൻ സാധിച്ചത്. ബെക്കി ലഞ്ച് വന്നിട്ട് ഇവരെ ആക്രമിക്കാനൊന്നും നിന്നില്ല. ലിക് മോർഗൻ്റെ കൈവശമുള്ള വുമൻസ് വേൾഡ് ടൈറ്റിലിനുള്ള ഒരു ചലഞ്ച് ഇടുന്നു. എന്നാൽ അത് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മൂവരും അങ്ങനെ ഇറങ്ങിപ്പോകുന്നു. ആ എൻട്രൻസ് റാമ്പിൽ ഇവർ മൂവരും ബെക്കി ലഞ്ചിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് സ്റ്റെഫനി വെക്കേറിൻ്റെ ഒരു റിട്ടേൺ, മറ്റൊരു സർപ്രൈസ് റിട്ടേൺ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റെഫനി വെക്കേറും ജഡ്ജിനുടെയും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് പിന്നെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. റിങ്ങിൻ്റെ പുറത്തും ഉള്ളിലും വെച്ച് നടന്ന ഫൈറ്റിൽ സ്റ്റെഫനി വെക്കേറിന് ഒരു ആധിപത്യം കിട്ടുന്നു. അതിനുശേഷം ഇവർ 3 പേരും റിങ്ങിൻ്റെ പുറത്തും ഈ ബെക്കി ലഞ്ചും സ്റ്റെഫനി വെക്കേറും റിങ്ങിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. ബെക്കി ലഞ്ച് ജഡ്ജിനുടെ ടീമിൻ്റെ മേൽ കൈവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല. സ്റ്റെഫനി വെക്കേറും ബെക്കി ലഞ്ചും ഫേസ് ടു ഫേസ് വന്ന് ചില വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുന്നതായിട്ടും കാണുന്നൊരു ഷോട്ടായിരുന്നു ഈ സെഗ്മെൻറ്റിൻ്റെ ഒരു ക്ലോസിംഗ് ഭാഗമായി കാണാൻ സാധിച്ചത്. പിന്നീട് റോ എപ്പിസോഡ് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഒബാഫെമി അദ്ദേഹത്തിൻ്റെ ഇൻ റിംഗ് സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടന്നു വരുന്നതിൻ്റെ ഇടയിൽ പോൾ ഹേമൻ എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമറുമായിട്ടൊരു മീറ്റപ്പ് നടത്തുന്നു. ബ്രോക്ക് ലെസ്നറിനോട് തൻ്റെ റെസ്പെക്റ്റും തൻ്റെ നന്ദിയും അറിയിക്കണമെന്ന് പോൾ ഹേമനോട് പറയുന്നു. ഉറപ്പായും പറയാമെന്ന് പോൾ ഹേമൻ പറയുന്നു. പോൾ ഹേമന് ഒരു കൺഗ്രാജുലേഷൻസ് എന്ന പോലെ ഷേക്ക് ഹാൻഡും പോൾ ഹേമൻ കൊടുക്കുന്നുണ്ട്. അത് പോൾ ഹേമൻ കൊടുത്ത ഒരു ഷേക്ക് ഹാൻഡ് ഒബാഫെമി സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇരുവരും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു രംഗമാണ് ബാക്ക് സ്റ്റേജിൽ കാണാൻ സാധിച്ചത്. പിന്നീട് ഇൻ റിംഗ് സെഗ്മെൻറ്റിലേക്ക് വന്നാൽ ഒബാഫെമിയുടെ ഗ്രാൻഡ് എൻട്രൻസ് അദ്ദേഹം മൈക്കെടുത്തുകൊണ്ട് ബ്രോക്ക് ലെസ്നറുമായിട്ടുള്ള ഒരു റൈവൽറി ഓർമ്മിപ്പിക്കുന്നു. അത് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് അത് കടന്നുപോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്നു. താൻ ഫ്യൂച്ചർ ഒരു മെയിൻ ഇവൻ്ററാണ് എന്നുള്ളത് പറഞ്ഞത് അത് ബ്രോക്ക് മനസ്സിൽ തട്ടി പറഞ്ഞതാണ്. ഇത് റോ ലോക്കർ റൂമിലുള്ള എല്ലാവർക്കുമുള്ള ഒരു വെല്ലുവിളിയാണ്. ആർക്ക് വേണമെങ്കിലും തനിക്കെതിരെ വരാം, കാരണം താൻ ഒബാഫെമിയാണ്, താൻ ഒരിക്കലും തളരില്ല എന്നുള്ളത് ഒബാഫെമി പറയുന്ന ഒരു ഇൻ റിംഗ് സെഗ്മെൻ്റ് ആയിരുന്നു നമുക്കവിടെ കാണാൻ സാധിച്ചത്. ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ഒബാഫെമിയുടെ ആ ഒരു മൊമെൻറ്റ് കളയുന്ന രീതിയിലേക്ക് ബ്രോൺ ബ്രേക്കറും ഓസ്റ്റിൻ തിയറിയും മാക്സിനി ഡുപ്രിയും വരുന്നുണ്ട്. ഇതിൽ ബ്രോൺ ബ്രേക്കറും ഒബാഫെമിയും ഫേസ് ടു ഫേസ് വരുന്ന കുറച്ച് മൊമെൻറ്റ്സ് കാണിച്ചിട്ടാണ് ബ്രോൺ ബ്രേക്കർ വേഴ്സസ് ജോ ഹെൻറി തമ്മിലുള്ള മത്സരത്തിലേക്ക് റോ എപ്പിസോഡ് കടക്കുന്നത്. ബ്രോൺ ബ്രേക്കർ വേഴ്സസ് ജോ ഹെൻറി തമ്മിലുള്ള മത്സരം ആരംഭിക്കുന്നു. പക്ഷേ ഒബാഫെമിയോടുള്ള ഒബ്സഷൻ കാരണം ബ്രോൺ ബ്രേക്കർ ആ ഒരു എൻട്രൻസ് റാമ്പിലാണ് നോക്കി നിൽക്കുന്നത്. ഒബാഫെമി ആണെങ്കിൽ അപ്പോഴേക്കും ബാക്ക് സ്റ്റേജിൽ പോയിട്ടുണ്ടായിരുന്നു. ജോ ഹെൻറിയുമായിട്ടുള്ള ഒരു മത്സരത്തിലെ ആദ്യ മൂവ് ബ്രോൺ ബ്രേക്കറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അത് കിട്ടിയതിന് ശേഷം ജോ ഹെൻറി ഓസ്റ്റിൻ തിയറിയുമായിട്ടൊരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു. ഓസ്റ്റിൻ തിയറിയെ എടുത്ത് ആ കമൻറ്റ് ടേബിളിൻ്റെ മുകളിലൂടെ എറിയുന്നു. ബ്രോൺ ബ്രേക്കർ ഈ അവസരം മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓടി വന്നിട്ടുള്ള സ്പെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജോ ഹെൻറി കുതറി മാറുന്നു. ഇതേ ജോ ഹെൻറിയെ തന്നെ റിങ്ങിലേക്ക് കയറുന്ന സമയത്ത് ബ്രോൺ ബ്രേക്കർ സ്പിയർ ചെയ്ത് ഒരു സ്ക്വാഷ് മാച്ചോട് കൂടിയിട്ട് പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ബ്രോൺ ബ്രേക്കർ ഒറ്റയടിക്ക് ബാക്ക് സ്റ്റേജിലേക്ക് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഭാഗത്തോട് കൂടിയിട്ട് ഇറങ്ങിപ്പോകുന്നു. ഓസ്റ്റിൻ തിയറിയെ ജോ ഹെൻറി ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയത്ത് അക്കീറ ടൊസാവ വന്നിട്ട് ഓസ്റ്റിൻ തിയറിയെ ആക്രമിക്കുന്നു. അവിടെ അക്കീറ ടൊസാവ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു മൊമെൻറ്റ് കാണിച്ചിട്ടാണ് ഈ ഒരു രംഗങ്ങൾ അവസാനിച്ചത്. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റ് ബിഗ് ഗ്യാസിൻ്റെ റിട്ടേണുമായി ബന്ധപ്പെട്ട് ബിഗ് ഗ്യാസിനോട് സംസാരിക്കുന്നതായിരുന്നു. അപ്പോൾ ബിഗ് ഗ്യാസ് പറയുന്നത് താൻ പണ്ടത്തെ ഇവിടെ വിട്ട് പോയതുപോലെയല്ല, താൻ തിരിച്ചു വരുന്നത് തനിക്ക് കുറേയധികം കാര്യങ്ങൾ തെളിയിക്കാനുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ജുവോൺ എവൻസിനെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. നിന്നുമായിട്ട് എനിക്ക് യാതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ല, പക്ഷേ നീ എൻ്റെ മുന്നിൽ നിന്നു ആ ഒരു കാരണം കൊണ്ടാണ് നിന്നെ ആക്രമിച്ചത്. ഇതൊരു തുടക്കമല്ല, ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെയായിരിക്കും എന്നുള്ളതും ബിഗ് ഗ്യാസ് പറയുന്നതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് റോ എപ്പിസോഡ് ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റിലേക്കാണ് വരുന്നത്. പുതിയ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ചാഡ് ഗേബിളിൻ്റെ ഒരു സെലിബ്രേഷൻ സെഗ്മെൻറ്റ്. ചാഡ് ഗേബിൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിനോട് അനുബന്ധിച്ച് പെൻഡയെ നന്ദി അറിയിക്കുന്നു. ഈ കാണികൾക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് തനിക്കിത് വിജയിക്കാൻ സാധിച്ചത് എന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് പെൻഡ ജോയിൻ ചെയ്യുന്നു. നീ മികച്ചൊരു റെസ്ലറാണ്, നീ മികച്ചൊരു ലൂച്ചാഡോറാണെന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് ജഡ്ജ്മെൻറ്റുടെ ടീം അംഗങ്ങളായ ഡൊമിനിക്കും ജെ ഡി മെക്ഡോണയും വരുന്നു. ഇതൊരു ടാഗ് ടീം മത്സരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ടാഗ് ടീം മത്സരം കൂടി നമുക്ക് റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. ചാഡ് ഗേബിളും പെൻഡയും ഈ ഡൊമിനിക് മെയ്സ്റ്റിഡിയോ, ജെ ഡി മെക്ഡോണ തുടങ്ങിയവർക്കെതിരെ നല്ലൊരു പോരാട്ടം കാഴ്ചവെച്ചു. മത്സരത്തിൽ സബ്മിഷനിലൂടെ ഈ ചാഡ് ഗേബിൾ ഡൊമിനിക്കിനെ പരാജയപ്പെടുത്താൻ പോകുന്ന ഒരു രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ കൗണ്ടർ ചെയ്തിട്ട് ജെ ഡി മെക്ഡോണയും ഡൊമിനിക്കും മത്സരത്തിൻ്റെ ഒരു കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഹാമർ കാലിലേക്ക് വെച്ച് 619 ചെയ്യാൻ വേണ്ടിയിട്ടും ഡൊമിനിക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം കൗണ്ടർ ചെയ്യുന്ന ചാഡ് ഗേബിളിൻ്റെ മൊമെൻറ്റ്സിലൂടെയാണ് മത്സരം കടന്നുപോയത്. അങ്ങനെ അദ്ദേഹം പിൻഫോളിലൂടെ തന്നെ ഡൊമിനിക് മെയ്സ്റ്റിഡിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പെൻഡയും ചാഡ് ഗേബിളും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റാണ് ഈ ഒരു ടാഗ് ടീം മത്സരത്തിൻ്റെ അവസാനം കാണാൻ സാധിച്ചത്.
റോ എപ്പിസോഡിലെ ഏറ്റവും അവസാനത്തെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ബ്രോൺ ബ്രേക്കർ പോൾ ഹേമനോട് ഒരു സഹായം ചോദിക്കുന്നു. ഒബ ഫെമി നിലവിൽ എവിടെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ തനിക്കറിയില്ല എന്നുള്ളൊരു മറുപടിയാണ് പോൾ ഹേമന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന് പറയുന്നു. പോൾ ഹേമന് യാതൊരുവിധ മറുപടിയും പറയാൻ സാധിക്കുന്നില്ല. വിഷൻ ടീമിൻ്റെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ കാണിക്കുന്നു. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഈവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചതൊരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമായിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പോലെയുള്ള ജേക്കബ് ഫാറ്റു, റോയ്സ് കീസ് തുടങ്ങിയവരുടെ മത്സരം. ജേക്കബ് ഫാറ്റുവും റോയ്സ് കീസും നല്ലതുപോലെ ഈ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. സ്റ്റീൽ ചെയർ, അതുപോലെ തന്നെ സ്റ്റീൽ സ്റ്റെപ്പ്, ടേബിള്, കെൻഡോ സ്റ്റിക്ക് തുടങ്ങിയ വെപ്പൺസ് ഒക്കെ ഈ മത്സരത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. റിങ്ങിൻ്റെ പുറത്തും ഉള്ളിലുമായിട്ടുള്ള ഒരു ഫൈറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രണ്ടുപേർക്കും കൃത്യമായിട്ടുള്ളൊരു ആധിപത്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. റോയ്സ് കീസിൻ്റെ പവർഫുള്ളായിട്ടുള്ള മൂവ്സ് കാണാൻ സാധിച്ചു. പക്ഷേ ഈ ഒരു മത്സരം കൂടുതലും ഫോക്കസ് കൊടുക്കുന്നത് ജേക്കബ് ഫാറ്റുവിനെ പവർഫുള്ളാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് അറിയാം. അദ്ദേഹം സബ്മിഷനിലൂടെ റോയ്സ് കീസിനെ പരാജയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മത്സരശേഷം ബ്രൂട്ടലായിട്ട് സ്റ്റീൽ ചെയറൊക്കെ വെച്ചിട്ട് റോയ്സ് കീസിനെ ആക്രമിക്കുന്ന ജേക്കബ് ഫാറ്റുവിൻ്റെ മൊമെൻറ്റ്സും കാണിക്കുന്നു. പെട്ടെന്ന് അവിടെ റോമൻ റെയിൻസിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നു. റോമൻ റെയിൻസ് എൻട്രൻസ് സ്റ്റേജിൽ നിന്ന് അദ്ദേഹം അക്നോളജ് ചെയ്യുന്നതിൻ്റെ സൈൻ വിരലുകൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. ജേക്കബ് ഫാറ്റും ഇതേ സമയം ഇതുപോലെ റിങ്ങിൽ നിന്ന് കാണിക്കുന്നു. അങ്ങനെയുള്ള ഒരു ക്ലോസിംഗ് ഷോട്ടായിരിക്കും റോ എപ്പിസോഡിനെ എന്ന് പ്രതീക്ഷിച്ചവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഗൊറില്ല പൊസിഷനിലേക്ക് റോമൻ റെയിൻസ് തിരികെ വന്നപ്പോൾ WWE ഹോൾ ഓഫ് ഫെയിമറും AAA ജനറൽ മാനേജറുമായ റെയ് മിസ്റ്റീരിയോയുമായിട്ട് റോമൻ റെയിൻസ് ഒരു മീറ്റപ്പ് നടത്തുന്നു. റെയ് മിസ്റ്റീരിയോ പറയുന്നു താനിപ്പോൾ AAAയുടെ ജനറൽ മാനേജർ കൂടിയാണ് എന്നുള്ളത്. അതറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് തനിക്ക് മനസ്സിലായത് എന്ന് സംസാരിക്കുന്നു. നമുക്ക് കുറച്ച് ബിസിനസ് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് റോമൻ റെയിൻസിനോട് അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. റോമൻ റെയിൻസ് റെയ് മിസ്റ്റീരിയോയുടെ പിന്നാലെ പോകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു. മിക്കവാറും AAAയുടെ ഷോയിൽ റോമൻ റെയിൻസ് ഒരു എൻട്രി നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതെന്തായാലും ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. AAA വീക്ക്ലി എപ്പിസോഡ്സ് ഫോളോ ചെയ്യുന്നവർക്കറിയാം ആ ഒരു ഷോയുടെ നിലവിലെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. മെയിൻ റോസ്റ്ററിനെയൊക്കെ കടത്തി വെട്ടിക്കുന്ന രീതിയിലാണ് അതിലെ സ്റ്റോറി ലൈനുകളും അതിലെ മത്സരങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടേക്ക് റോമൻ റെയിൻസിനെയും കൂടി ഒരു അഡീഷനായിട്ട് കൊണ്ടുവന്നാൽ അത് ഒരു ഗ്ലോബൽ ലെവലിലേക്ക് വേറൊരു ലെവലിലേക്ക് പോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. റോ എപ്പിസോഡ് സമ്മർ സ്ലാമിന് ശേഷം എങ്ങനെ ആരംഭിക്കണമോ ആ നിലവാരത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ യാതൊരുവിധ കോംപ്രമൈസും കൊടുത്തിട്ടില്ല. യുവതാരങ്ങൾക്ക് മത്സരം കൃത്യമായി പുതിയ സ്റ്റോറി ലൈനുകൾ ആരംഭിച്ചിരിക്കുന്നു. ഫ്യൂച്ചർ മെയിൻ ഇവൻറ്റേഴ്സായ ഒബ ഫെമിയും ബ്രോൺ ബ്രേക്കറും ഫേസ് ടു ഫേസ് വരുന്നു. അവർക്ക് തമ്മിലുള്ള ഒരു സ്റ്റോറി ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒബ ഫെമിയെ തിരിഞ്ഞ് ബ്രോൺ ബ്രേക്കർ നടക്കുന്ന മൊമെൻറ്റ്സ് കാണിക്കുന്നു. വുമൻസ് ഡിവിഷനിലേക്ക് ബെക്കി ലഞ്ച്, സ്റ്റെഫനി വെക്കാർ തുടങ്ങിയവർ അഡീഷണലായിട്ട് വരുന്നു. അങ്ങനെ ഉറങ്ങിക്കിടന്നിരുന്ന ഡിവിഷൻസ് ഉണർന്നു വരുന്നു. പുതിയ പുതിയ സ്റ്റോറി ലൈനുകൾ ആരംഭം കുറിക്കുന്നു. മറ്റു താരങ്ങളുടെ റിട്ടേണുകൾ നടക്കുന്നു. ഗംഭീരമായിട്ടുള്ളൊരു റോ എപ്പിസോഡ്. ഈ ഒരു പാറ്റേണിൽ ഇതേ ഒരു മൊമെൻറ്റത്തിൽ റോ എപ്പിസോഡ് ഇനിയും തുടർന്നുകൊണ്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.